ഹരേ കൃഷ്ണ. ഇന്നൊരു മുത്തശ്ശിയുടെ കഥ പറയാം. ഭഗവാനെ പരിപൂർണമായി വിശ്വസിച്ച ഒരു മുത്തശ്ശിയുടെ കഥ. ആ വിശ്വാസം ഭഗവാൻ കാത്തുരക്ഷിച്ച കഥ. ഈ സംഭവം നടന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ ഏറ്റവും വലിയ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധരിൽ ഒരാളായിരുന്നു ഡോക്ടർ പട്നായിക്. അദ്ദേഹത്തെ പോലെ മറ്റൊരു ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞാലും തെറ്റില്ല. അത്രയ്ക്കും പ്രശസ്തനായിരുന്നു അദ്ദേഹം. മാത്രമല്ല വളരെ എളിമയുള്ള ഡോക്ടറുമായിരുന്നു. അതുകൊണ്ട് പരിചയപ്പെടുന്നവർക്കൊക്കെ ആ ഡോക്ടറോട് വലിയ മതിപ്പായിരുന്നു. ഡോക്ടർ പട്നായിക് US-ൽ സേവനം അനുഷ്ഠിക്കുന്ന കാലത്തായിരുന്നു ഈ സംഭവം നടന്നത്. ഒരിക്കൽ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി ഡോക്ടർ പട്നായിക്കിന് ഡൽഹിയിലേക്ക് വരേണ്ടതായി വന്നു. വൈകിട്ടോടെ ഡൽഹി എയർപോർട്ടിലെത്തിയ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഡോക്ടർ മോഹൻ എത്തിയിരുന്നു. പക്ഷേ അവർ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് വളരെ ശക്തിയുള്ള മഴ, ഇടി, മിന്നൽ ഒക്കെയായി കാലാവസ്ഥയാകെ മാറിയിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ പട്നായിക്കിന് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ മോശം കാലാവസ്ഥ ആയത് കാരണം ഡ്രൈവർക്ക് വണ്ടിയെടുക്കാനും കഴിയുന്നില്ല. കുറച്ച് സമയം അവർ മഴ ശമിക്കാൻ കാത്തുനിന്നു. പക്ഷേ മഴ കുറയുന്നില്ല എന്ന് മാത്രമല്ല, മഴ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഡോക്ടർ ഡ്രൈവറോട് പറഞ്ഞു, എന്തായാലും വണ്ടിയെടുക്കൂ, നമുക്ക് പതുക്കെ പോവാമെന്ന്. റോഡാകെ വെള്ളത്തിൽ മുങ്ങി അവർക്ക് വന്ന വഴി പോവാൻ സാധിച്ചില്ല. ഡ്രൈവർ മറ്റൊരു വഴിക്ക് വണ്ടി വിട്ടു. കുറേ ദൂരം ചെന്നപ്പോൾ ആ ഡ്രൈവർക്ക് മനസ്സിലായി വഴി തെറ്റിയിരിക്കുന്നു, ഇത് ഏതോ ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത് എന്ന്. ചോദിക്കാനാണെങ്കിൽ ആരുമില്ല. കടകളോ വീടുകളോ ഒന്നുമില്ലാത്തൊരു സ്ഥലം. നന്നായിട്ട് ഇരുട്ടിയിട്ടുമുണ്ട്. ഏതെങ്കിലും കടകളോ വീടുകളോ കാണുമോ എന്നറിയാൻ ഡ്രൈവർ വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ചുകൂടെ ദൂരം ചെന്നപ്പോൾ ആ വണ്ടിയുടെ ടയർ പഞ്ചറായി. പക്ഷെ അപ്പോഴേക്ക് മഴ ശമിച്ചിരുന്നു. ഡ്രൈവർ പുറത്തിറങ്ങി നാലുപാട് നോക്കിയപ്പോൾ ഒരു വീട്ടിൽ കുറച്ച് വെളിച്ചം കണ്ടു. അദ്ദേഹം തിരിച്ചു വന്ന് ഈ ഡോക്ടർമാരോടായിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്നിരിക്കൂ, അപ്പോഴേക്ക് ഞാൻ ഈ ടയർ ഒന്ന് മാറ്റിയിടട്ടെ എന്ന് പറഞ്ഞു. ആ സമയം ആ രണ്ട് ഡോക്ടർമാരും ആ വെളിച്ചം കണ്ട വീട്ടിലേക്ക് നടന്നു. ഒരു ചെറിയ കുടിലായിരുന്നു അത്. അതിൽ മുട്ടിയപ്പോൾ ആദ്യം പ്രതികരണമൊന്നും ഉണ്ടായില്ല. അകത്തു നിന്ന് ഒരു ശബ്ദം കേട്ടു, കയറി വന്നോളൂ, വാതിലടച്ചിട്ടില്ല എന്ന്. അങ്ങനെ ഈ രണ്ട് ഡോക്ടർമാരും വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അവർ ആ മുത്തശ്ശിയോട് കുറച്ച് സമയം ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശി അവരോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചൂടുള്ള സൂപ്പ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അടുക്കളയിലേക്ക് പോയി. അവർ ആ കസേരയിലിരിക്കുമ്പോൾ അടുത്തു നിന്ന് ഒരു ഞരക്കം കേട്ടു. അതെന്താണെന്നറിയാൻ അവർ നോക്കിയപ്പോൾ അടുത്തുള്ളൊരു കട്ടിലിൽ ഒരു കുട്ടി കിടക്കുന്നു. ആ കുട്ടിയാണ് മൂളുകയും ഞരങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. ഇതെന്താണെന്നറിഞ്ഞ് അവർ ജിജ്ഞാസയിൽ നോക്കുമ്പോഴേക്ക് ആ അമ്മ സൂപ്പുമായി എത്തി. ഡോക്ടർ പട്നായിക് ചോദിച്ചു, ഈ കുട്ടിക്ക് എന്തു പറ്റിയെന്ന്. അപ്പോൾ ആ വൃദ്ധയായ അമ്മ പറഞ്ഞു, ഇത് എൻ്റെ മകൻ്റെ കുട്ടിയാണ്. അവന് ഹൃദയ സംബന്ധമായ അസുഖമാണ്. അവന് അച്ഛനുമില്ല അമ്മയുമില്ല. എനിക്ക് ഏക ആശ്രയം ഈ കുഞ്ഞാണ്. പക്ഷേ അവനാണെങ്കിൽ അസുഖവും. അവനെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത് ഡൽഹിയിൽ ഒരു പ്രശസ്തനായ ഡോക്ടറുണ്ട്, എന്നാൽ അദ്ദേഹം ഇപ്പോൾ US-ലാണ് എന്നും വളരെ അപൂർവമായിട്ടേ അദ്ദേഹം ഡൽഹിയിൽ വരാറുള്ളൂ എന്നും പറഞ്ഞു. അദ്ദേഹത്തിന് മാത്രമേ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റൂ എന്ന് പറഞ്ഞു. ദാരിദ്ര്യം കാരണമാണ് അവൻ്റെ അച്ഛനെയും അമ്മയെയും നഷ്ടമായത്. മാത്രമല്ല ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളിടത്ത് എത്തണമെങ്കിൽ ധാരാളം ദൂരമുണ്ട്. അവിടേക്കൊന്നും കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പണം എൻ്റെ കയ്യിലില്ല. ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ ആ അമ്മ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ എന്നും ഭഗവാനോട് അപേക്ഷിക്കും. ആ ഡോക്ടർ പട്നായിക് ഡൽഹിയിൽ വരുമ്പോൾ ആരെയെങ്കിലും വഴി എനിക്കറിയാനും ആ ഡോക്ടറെ പോയി കാണാനും എൻ്റെ കൊച്ചുമകൻ്റെ ജീവൻ രക്ഷിക്കാനും ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞാൻ എല്ലാം ഭഗവാന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും ഭഗവാന് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഭഗവാൻ ഈ പ്രാർത്ഥന കേൾക്കുമെന്ന്. ആ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവരാകെ ഷോക്കായി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ കേട്ടത്? എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇതായിരുന്നു ഇവർ രണ്ടുപേരും ആലോചിച്ചു കൊണ്ടിരുന്നത്. ഡോക്ടറുടെ സുഹൃത്തായ മോഹൻ പതുക്കെ ആ അമ്മയുടെ അടുക്കലേക്ക് നീങ്ങി കൂപ്പി നിൽക്കുന്ന അവരുടെ കൈകൾ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടുകഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഭഗവാൻ ഡോക്ടർ പട്നായിക്കിനെ എത്തിച്ചിരിക്കുന്നു. എയർപോർട്ടിൽ നിന്ന് അവർ വരുന്ന വഴിക്കുണ്ടായ എല്ലാ സംഭവങ്ങളും, ഇടിയും മിന്നലും കാറ്റും പോരാതെ വഴി തെറ്റിച്ചതും, അതും കൂടാതെ ഈ മുത്തശ്ശിയുടെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ കാറിൻ്റെ ടയർ പഞ്ചറായതും എല്ലാ കഥകളും അവർ ആ മുത്തശ്ശിയോട് പറഞ്ഞു.
ആ മകനെ ചികിത്സിക്കാമെന്നും ആ ഗ്രാമത്തിൽ വൈദ്യുതി എത്തിക്കാമെന്നും ആ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാമെന്നും ഒക്കെ അവർ ഏറ്റു. ആ ചെറുമകന് ചികിത്സ നൽകി അവൻ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതെ, ഭഗവാനെ വിശ്വസിച്ചാൽ ഏതു പടുകുഴിയിലാണെങ്കിലും ഭഗവാൻ കൈപിടിച്ച് കയറ്റുക തന്നെ ചെയ്യും. ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം, നിങ്ങൾ ഭഗവാനെ എത്ര കണ്ട് വിശ്വസിക്കുന്നുവോ നിങ്ങൾക്കുള്ള സഹായം ഭഗവാൻ നിങ്ങൾ ഉള്ളിടത്തെത്തിക്കും. നിഷ്കളങ്ക ഭക്തിയോടെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ വേണ്ട സഹായം ഭഗവാൻ എത്തിക്കും. ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.